നമ്മൾ പ്ലേ സ്റ്റോർ ഉപയോഗിച്ച് ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. പ്ലേ സ്റ്റോറിൽ ഫ്രീ വേർഷനും അതുപോലെ തന്നെ പ്രോ വേർഷനുമുണ്ട്. അതായത് പണം കൊടുത്ത് വാങ്ങേണ്ട അല്ലെങ്കിൽ പണം കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷനും ഉണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പണം കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻസുകൾ നമ്മൾ പർച്ചേസ് ചെയ്യും. എന്നാൽ നമ്മൾ അതിനായിട്ട് ചിലപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ അക്കൗണ്ടൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മളറിയാതെ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ കയ്യിലോ നമ്മൾ മൊബൈൽ കൈമാറുമ്പോൾ കുട്ടികളൊക്കെ അബദ്ധവശാൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഗെയിമുകളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ചില ഗെയിമുകളൊക്കെ അവർ പർച്ചേസിങ്ങിൻ്റെ ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് അവർ ക്ലിക്ക് ചെയ്യും. ഉടനെ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയും ചെയ്യും. ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് പെയ്ഡ് വേർഷനൊന്നും പർച്ചേസ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ കുട്ടികൾ ഗെയിമുകളൊന്നും പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ തന്നെ നമുക്കൊരു 1-2 സെറ്റപ്പ് ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളറിയാതെ ഒരുപാട് പണങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും പ്ലേ സ്റ്റോറിൽ ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ട്രിക്കുകൾ നിങ്ങൾ ചെയ്തു വെക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഇതുപോലെ പൈസ നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. അതിനായിട്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാം. ആ സെറ്റിങ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതെൻറ്റിക്കേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് എഴുതി കാണിക്കും ഇവിടെ ഫിംഗർ പ്രിൻറ്റ് പർച്ചേസ് അതെൻറ്റിക്കേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബയോമെട്രിക് അതെൻറ്റിക്കേഷൻ എന്ന ഭാഗത്ത് ഓഫിലായിരിക്കും ഉണ്ടാകുക. ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഏത് ഇമെയിൽ ID വെച്ചിട്ടാണോ നിങ്ങൾ ഓപ്പൺ ചെയ്തത് ആ ഇമെയിൽ ID ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കും. അതിൻ്റെ കൃത്യമായ പാസ്വേഡ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും ഈ ബയോമെട്രിക് അതെൻറ്റിക്കേഷൻ ഓണായി വരും. ഇപ്പോൾ ഞാൻ കൃത്യമായ പാസ്വേഡ് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റർ ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെ അത് ഓണായി വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ ആ രണ്ടാമത്തെ ഓപ്ഷൻ അതിൻ്റെ തൊട്ട് താഴെയുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഓപ്ഷൻ ഇവിടെ കാണും. ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക. ഇങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ആരെങ്കിലും എടുത്ത് പർച്ചേസ് ചെയ്യാൻ, അതായത് ആപ്ലിക്കേഷൻസുകൾ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഗെയിമുകൾ പർച്ചേസ് ചെയ്യാനോ ശ്രമിക്കുമ്പോൾ നമ്മൾ കൊടുത്ത മെയിൽ ഐഡിയുടെ പാസ്വേഡ് കൂടി കൃത്യമായി ഇതിൽ ചോദിക്കും. ഇങ്ങനെ 2 മാറ്റങ്ങൾ ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ വരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ധൈര്യമായി മൊബൈൽ കൈമാറാം. അവരിതുപോലെ ഗെയിമുകളോ അല്ലെങ്കിൽ മറ്റുള്ള പർച്ചേസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോ വേർഷനോ അവർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയില്ല. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.